ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ കോഡ്സ്, ആംഗിൾസ് ആൻഡ് ആർക്ക് എന്ന പോർഷനാണ്. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദിസ് ചാപ്റ്റർ ദാറ്റ് ദി ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 ഡിഗ്രി. നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഡയമീറ്റർ വരയ്ക്കുമ്പോൾ ഈ സർക്കിള് രണ്ട് ഈക്വൽ പാർട്സായിട്ട്, രണ്ട് ഈക്വൽ സെഗ്മെൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും, അഥവാ 2 സെമി സർക്കിൾസ് ഫോം ചെയ്യും. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇവിടെ ഉണ്ടാകുന്ന ഈ രണ്ട് ആർക്ക്, നമ്മൾ വളപ്പൊട്ട് പോലെയുള്ള പീസിനാണ് നമ്മൾ ആർക്ക് എന്ന് പറയാം. രണ്ട് ആർക്ക് ഇവിടെ ഉണ്ടാവും, ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് ഒരു ആർക്ക്. രണ്ടാമത്തെ ആർക്കാണ് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ ഡയമീറ്റർ, ഒരു സർക്കിളിൽ ഒരു ഡയമീറ്റർ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ രണ്ട് ആർക്കിൻ്റെ ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ നമുക്കറിയുന്ന കാര്യം, ഈ സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ ഈ ഡയമീറ്ററിന് പകരം ഒരു കോഡാണ് വരയ്ക്കുന്നതെങ്കിൽ എന്താ പ്രത്യേകത എന്ന് നോക്കാം. ഞാനിവിടെ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. കോഡ് വരയ്ക്കുമ്പോഴും ഈ സർക്കിള് രണ്ട് പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും, രണ്ട് സെഗ്മെൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടും. രണ്ട് അൺഈക്വൽ സെഗ്മെൻ്റാണ്. നമ്മൾ നേരത്തെ ഡയമീറ്റർ വരച്ചപ്പോൾ രണ്ട് ഈക്വൽ സെഗ്മെൻ്റായിരുന്നു ഫോം ചെയ്തത്. ഇവിടെ രണ്ട് അൺഈക്വൽ സെഗ്മെൻ്റാണ്. ഒരു ലാർജ് സെഗ്മെൻറ്റും ഇവിടെ ഒരു ലാർജ് സെഗ്മെൻറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ താഴെ ഒരു സ്മോൾ സെഗ്മെൻറ്റും. അഥവാ നമ്മളൊരു സർക്കിൾ വരച്ചു, ഒരു കോഡ് വരച്ചു. അപ്പോൾ ഇവിടെ രണ്ട് അൺഈക്വൽ പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു, അഥവാ രണ്ട് ആർക്ക് ഫോം ചെയ്യപ്പെട്ടു. രണ്ട് ആർക്കിൻ്റെയും ലെങ്ത്ത് ഈക്വൽ അല്ല. ഇവിടെ ഒരു ഈ സ്മോൾ ആർക്ക്, പിന്നെ നമ്മൾ ഈ വളപ്പൊട്ട് പോലെയുള്ള പീസിന് നമ്മൾ ആർക്ക് എന്നാണ് പറയുക. അപ്പോൾ ഞാനൊരു ലെറ്റർ കൊടുക്കുകയാണ്, AB. ഇവിടെ ACB എന്ന് പറഞ്ഞ ഒരു ആർക്ക്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ, നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത ഈ O എന്ന് പറഞ്ഞ പോയിൻ്റ് എന്ന് കരുതുക. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഈ കോഡിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ആംഗിൾ ഫോം ചെയ്തെന്ന് കരുതുക. ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു, ദിസ് ആംഗിൾ. ഈ ആംഗിൾ AOB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ്. ACB എന്ന് പറഞ്ഞ ആർക്കിൻ്റെ, ഹിയർ ACB ഈസ് എൻ ആർക്ക്. ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ആംഗിൾ AOB, ദിസ് ആംഗിൾ. ACB എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ആംഗിൾ AOB എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അനദർ ആർക്ക്, ഒരു ആർക്ക് കൂടി അവിടെ ഉണ്ട്, അതാണ് ആർക്ക് APB. ഒരു ലാർജ് ആർക്ക് ഇവിടെ ഉണ്ട്. ഈ ആർക്കിനെ നമ്മൾ ഈ സ്മോൾ ആർക്കിൻ്റെ, ACB എന്ന് പറഞ്ഞ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആർക്ക് എന്നാണ് പറയുക. നമ്മളൊരു കോഡ് വരച്ചപ്പോൾ രണ്ട് ആർക്ക് ഫോം ചെയ്യപ്പെട്ടു, അതാണ് ആർക്ക് ACBയും ആർക്ക് APBയും.
അപ്പോൾ ഈ ആർക്ക് എ സി ബിയുടെ കോംപ്ലിമെൻ്ററി ആർക്കാണ് ആർക്ക് എ പി ബി. അപ്പോൾ ഇനി ഈ ആർക്ക് എ പി ബിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് എൻഡിൽ നിന്നും ഈ സർക്കിളിൻ്റെ സെൻട്രലിൽ ഫോം ചെയ്യുന്ന ആംഗിളിനാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ എ സി ബി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഏത്? ആംഗിൾ എ ഒ ബി. അതുകൂടാതെ എ പി ബി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇവിടെ ഈ സെൻട്രലിലുള്ള ഈ ആംഗിൾ. ഈ രണ്ട് ആംഗിളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 360 ഡിഗ്രി എന്നാണ് കിട്ടുക. ഈ ആംഗിളും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ആംഗിൾസിൻ്റെ സമ്മ് ഓൾവേസ് 360 ആയിരിക്കും. ഇനി അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ആർക്ക് എന്താണെന്നും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്ക് എന്താണെന്നും അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ ആർക്കിലും ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ആർക്ക് വരച്ചു. എ പി ബി എന്ന് പറഞ്ഞ ഒരാർക്ക്, എ ക്യു ബി എന്ന് പറഞ്ഞ മറ്റൊരാർക്കും. ഞാനൊരു കോഡ് വരച്ചു എ ബി. അപ്പോൾ രണ്ട് ആർക്ക് ഫോം ചെയ്തു, എ പി ബി ആൻഡ് എ ക്യു ബി. അപ്പോൾ ഈ എ ക്യു ബി എന്ന് പറഞ്ഞ ഈ ലാർജ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഞാൻ ഈ എ ബി എന്ന് പറഞ്ഞ കോഡിൻ്റെ എൻഡിൽ നിന്ന് ഈ ലാർജ് ആർക്കിലേക്ക് കുറേ ആംഗിൾസ് അവിടെ വരയ്ക്കുകയാണ്. നമ്മൾ വരച്ചത് എ ബിയുടെ രണ്ട് എൻഡിൽ നിന്നും, എ ബി എന്ന് പറഞ്ഞ കോഡിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ആംഗിൾസൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഈ ആംഗിൾസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾസൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ ഫോം ചെയ്ത സെയിം ആർക്കിൽ ഫോം ചെയ്ത എല്ലാ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ എ ബി എന്ന് പറഞ്ഞ കോഡിൻ്റെ രണ്ട് എൻഡിൽ നിന്നും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ ആംഗിൾസൊക്കെ വരച്ചിട്ടുള്ളത്. ഈ ആംഗിളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊരു എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളും എക്സ് ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ താഴെയുള്ള ആർക്ക്, സ്മോൾ ആർക്ക് എ പി ബി എന്ന് പറഞ്ഞ ആർക്കിൽ അതേപോലെ നമ്മൾ ആംഗിൾസ് വരയ്ക്കുകയാണെങ്കിൽ രണ്ടെൻഡിൽ നിന്നും, എ ബിയുടെ രണ്ടെൻഡിൽ നിന്നും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എ പി ബി എന്ന് പറഞ്ഞ ആർക്കിലേക്ക് ആംഗിൾസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഫോം ചെയ്ത ആംഗിൾ, ഈ ആംഗിൾ ഒരു വൈ ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിളും എത്രയായിരിക്കും? വൈ ഡിഗ്രി ആയിരിക്കും. അതുകൂടാതെ ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് ഒരു കോഡ് വരച്ചു. ആർക്ക് എ പി ബി, ആർക്ക് എ ക്യു ബി അവിടെ ഫോം ചെയ്തു. അപ്പോൾ എ ക്യു ബി എന്ന് പറഞ്ഞ ആർക്കിലുള്ള ആംഗിളാണ് ദിസ് ആംഗിൾ. അതുപോലെ ആർക്ക് എ പി ബിയിൽ ഉള്ളൊരു ആംഗിളാണ് ആംഗിൾ എ പി ബി. അപ്പോൾ ഈ രണ്ട് ആംഗിളും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ആർക്കിലുള്ള ആംഗിളാണ് ആംഗിൾ എ ക്യു ബി, ലാർജ് ആർക്കിലുള്ള ആംഗിളാണ് ആംഗിൾ എ ക്യു ബി. അതുപോലെ സ്മോൾ ആർക്കിലുള്ള ആംഗിളാണ് ആംഗിൾ എ പി ബി. അപ്പോൾ ഈ രണ്ട് നമ്മൾ ഒരു ആർക്കിൻ്റെ എ പി ബിയുടെ കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യു ബി എന്ന് പറഞ്ഞ ആർക്ക്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ആംഗിൾസും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഡിഗ്രി ആണെങ്കിൽ
ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾസ് ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി എന്ന് കിട്ടണം. ഇനി മറ്റൊരു കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ആർക്ക് എ പി ബി, ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ഒന്ന് നമുക്ക് വരയ്ക്കാം. ആർക്ക് എ പി ബിയുടെ സെൻട്രൽ ആംഗിളാണ് ഈ ആംഗിൾ, ദിസ് ആംഗിൾ. അപ്പോൾ ഈ ആർക്ക് എ പി ബിയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ എയുടെയും ബിയുടെയും രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ ഈ സെൻട്രലിലേക്ക് വരച്ച ആംഗിളിലാണ് നമ്മൾ സെൻട്രൽ ആംഗിൾ എന്ന് പറയാം. അപ്പോൾ ഈ ആംഗിൾ ഒരു 140 ഡിഗ്രി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഇനി നമ്മൾ ഈ ആർക്ക് എ പി ബിയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇവിടെയുള്ള ഈ ലാർജ് ആർക്ക് എ ക്യൂ ബി. അപ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾസിന് എന്താ പ്രത്യേകത എന്ന് നോക്കാം. ഇവിടെ നമ്മൾ എത്ര ആംഗിൾസ് വരച്ചാലും ഈ രണ്ട് ആംഗിളും ഈ എ പി ബിയുടെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. നമ്മൾ എ പി ബിയുടെ സെൻട്രൽ ആംഗിളാണ് 140 ഡിഗ്രി. ഇനി നമ്മൾ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് ആർക്ക് എ ക്യൂ ബി. അപ്പോൾ അവിടെ ഫോം ചെയ്ത എല്ലാ ആംഗിൾസും, ഓൾ ആംഗിൾസ് ആർ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇപ്പോൾ 140 ഡിഗ്രിയുടെ ഹാഫ് 70 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിളും ഈ ആംഗിളും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഒരു ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ആ ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്ത എല്ലാ ആംഗിൾസും. ഒരു സ്മോൾ ആർക്ക് എ പി ബി എന്ന് പറഞ്ഞ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇവിടെ 140 ഡിഗ്രി. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ കോംപ്ലിമെൻ്ററി ആർക്കിൽ ഫോം ചെയ്ത എല്ലാ ആംഗിൾസും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ സെൻട്രൽ ആംഗിൾ ഒരു സി ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ C/2 ആയിരിക്കും. ഇനി ഈ സ്മോൾ ആർക്കിലുള്ള ആംഗിൾ ഇത് C/2 ആയതുകൊണ്ടിട്ട് ഈ ആംഗിൾ എത്ര ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു രണ്ട് ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിൾസ് ആഡ് ചെയ്ത് നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഈ ആംഗിൾ C/2 ആയതുകൊണ്ട് ഈ ആംഗിൾ എത്ര ആയിരിക്കും? രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഈ ആംഗിൾ 180 മൈനസ് C/2 ആയിരിക്കും. അപ്പം ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ. ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആവണോണ്ടിട്ട് ഇവിടെ ഉള്ള ആംഗിൾ എത്ര ഉണ്ടാവുക? 180 മൈനസ് C/2 എന്നാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഓൾ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC in each. ഇവിടെ നമുക്കൊരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെയും OBC എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെയും എല്ലാ ആംഗിൾസും കാണാനാണ് ഫോം ചെയ്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 20 ഡിഗ്രിയും തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ OA എന്ന് പറഞ്ഞ റേഡിയസ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോൾ കൺസിഡർ ദ ട്രയാങ്കിൾ, ഇത് O ആണ്. കൺസിഡർ ദ ട്രയാങ്കിൾ AOB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AOB കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
ഈ ആംഗിൾ 20 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ എത്ര ആയിരിക്കും? 20 ഡിഗ്രി. എന്താ റീസൺ? ഇവിടെ ഒ ബിയും ഒ എയും റേഡിയസ് ആണ്. അതുകൊണ്ട് ട്രയാങ്കിൾ എ ഒ ബി ഒരു ഐസോസിലസ് ട്രയാങ്കിളായി. ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ എ ഒ ബി ഈസ് ഐസോസിലസ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒ എ എന്ന് പറഞ്ഞ ഈ സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഇവിടെ 20 ഡിഗ്രി. അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എത്ര ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. ഇനി അതുകൂടാതെ കൺസിഡർ ദ ട്രയാങ്കിൾ ഒ എ സി. ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യാം നമുക്ക്. ഇത് അപ്പോൾ ഹിയർ ആൾസോ ഒ എ ആൻഡ് ഒ സി ആർ റേഡിയസ്. ഇതും റേഡിയസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഒ എ സിയും എന്താണെന്ന് പറയാം? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പോൾ അതിന് രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെ എത്ര ആയിരിക്കും? ഈ ആംഗിൾ ഓൾസോ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആംഗിൾ എ നോക്കാം എത്രയാണെന്ന്. ആംഗിൾ എ ഇപ്പോൾ നമ്മൾ ഇതിലുള്ള സ്മോൾ ആംഗിൾസ് കണ്ടുപിടിച്ചു, 20യും 30യും. അപ്പോൾ ആംഗിൾ എ എത്ര ഉണ്ടാവുക? 20 + 30 50 ഡിഗ്രി എന്നുണ്ടാവും. 50 ഡിഗ്രി എന്നാണ് ഉണ്ടാവുക. ഒന്നുകൂടി പറയാം, ഇത് 20 ഡിഗ്രി ആയതുകൊണ്ട് ദിസ് ആംഗിൾ ഓൾസോ ഈക്വൽ ടു 20 ഡിഗ്രി. ഇത് 30 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിൾ ദിസ് ആംഗിൾ ഇസ് ഓൾസോ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇനി നമുക്ക് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഈ ഒന്നാകുള്ള ആംഗിൾ 20 + 30 നമുക്ക് എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ അത് ഏത് ആർക്കിലുള്ള ആംഗിളാണ് ഈ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഈ ബി എ സി എന്ന് പറഞ്ഞ ലാർജ് ആർക്കിലുള്ള ആംഗിളാണ് ഈ 50 ഡിഗ്രി. അപ്പോൾ ഇനി നമുക്ക് ഈ സ്മോൾ ആർക്ക് ഉണ്ടല്ലോ, ഇവിടെ സ്മോൾ ആർക്കാണ് ആർക്ക് ബി സി. അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും ഈ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിൾ എന്ന്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ ഇവിടെ 50 ഡിഗ്രിയാണ്. ആംഗിൾ എ 50 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇപ്പുറത്തുള്ള ഈ സെൻട്രൽ ആംഗിളാണ് എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഈ സെൻട്രൽ ആംഗിൾ. അപ്പോൾ ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രിയാണ് ഉണ്ടാവുക? ഇത് 100 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഇനി നമുക്കത് കൂടാതെ നമ്മളിപ്പോൾ ഒ ബി സിയിലെ എല്ലാ ട്രയാങ്കിൾ ഒ ബി സിയിലെയും ട്രയാങ്കിൾ എ ബി സിയിലെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇനി ട്രയാങ്കിൾ ബി ഒ സി കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ബി ഒ സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒ ബിയും ഒ സിയും ഇവിടെ റേഡിയസ് ആണ്. അപ്പോൾ ആ ട്രയാങ്കിളും ഒരു ഐസോസിലസ് ട്രയാങ്കിളായി. അപ്പോൾ അതിലുള്ള മറ്റ് രണ്ട് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? രണ്ട് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 180 - 100 ÷ 2. അപ്പോൾ ഈ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 180 - 100 ÷ 2 = 80/2. നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും 40 ഡിഗ്രി കിട്ടും. ഈ ആംഗിളും എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സിയിലെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 100, 40, 40. ഇനി ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ്. ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഈ ലാർജ് ട്രയാങ്കിളാണ്. ഇതിലെ എല്ലാ ആംഗിൾസും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 50 ഡിഗ്രി. ഇത് ഇവിടെ 40 ഉണ്ട്, ഇവിടെ ഒരു 20 ഉണ്ട്. അപ്പോൾ 40 + 20 ഇവിടെ നമുക്ക് 60 ഡിഗ്രി കിട്ടും. അതേപോലെ ഇവിടെ 30 ഉണ്ട്. ഇത് ഓൾറെഡി
നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു 40 ആണെന്ന്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 + 30 70 ഡിഗ്രി എന്ന് കിട്ടി. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമുക്ക് ട്രയാങ്കിൾ ഒ ബി സിയിലെയും ട്രയാങ്കിൾ എ ബി സിയിലെയും എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഗിവൺ ദിസ് ആംഗിൾ, ഇത് 40 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിളും എന്തായിരിക്കും 40 ഡിഗ്രി ആയിരിക്കും. കാരണം ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾ ഒ എ സി ഐസോസെലസ് ട്രയാങ്കിളായി. അപ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഐസോസെലസ് ട്രയാങ്കിളിലെ 2 സൈഡ് ഈക്വൽ ആയിരിക്കും, 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് 40, അത് 40. അപ്പോൾ ഈ തേർഡ് ആംഗിൾ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 180 - 40 + 40 ചെയ്യും. അപ്പോൾ 180 - 80 എന്ന് കിട്ടും. അപ്പോൾ വി ഗെറ്റ് 100 ഡിഗ്രി. അപ്പോൾ ഈ ആർക്ക് എ സിയുടെ സെൻട്രൽ ആംഗിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയേ 100 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് 100 ഡിഗ്രി ആയതുകൊണ്ട് ഈ ലാർജ് ആർക്കിലുള്ള ഈ ആംഗിൾ ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ അവിടെ 100 ആയതുകൊണ്ട് ഈ ആംഗിൾ എത്ര കിട്ടുക? 50 ഡിഗ്രി എന്നാണ് കിട്ടുക. ഇനി അതുകൂടാതെ ഇവിടെ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇത് 30 ഡിഗ്രി ആയതുകൊണ്ടിട്ട് നമ്മളിവിടെ ഒരു റേഡിയസ് വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് 30 ഡിഗ്രി ആയതുകൊണ്ടിട്ട് ഈ ആംഗിളും എത്ര ആയിരിക്കും? ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 30 ഡിഗ്രി ആയി. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ് ട്രയാങ്കിൾ ഒ ബി സി ഐസോസെലസ് ആയിരിക്കും. ഒ ബിയും ഒ സിയും റേഡിയസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്, അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇത് 30 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 30 ഡിഗ്രി. ഇനി ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഈ ഒന്നാകെയുള്ള ആംഗിൾ നമുക്ക് 50 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് 30 ആണുള്ളത്, ഇത് 30 ഡിഗ്രി ആണുള്ളത്. അപ്പോൾ ഈ ആംഗിൾ, ഈ സ്മോൾ ആംഗിൾ എത്ര ഉണ്ടാവുക? 50 - 30 നമുക്ക് 20 എന്ന് കിട്ടും. 20 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അത് 20 ആയതുകൊണ്ട് ഇവിടെ ഉള്ള ഈ സ്മോൾ ആംഗിൾ ഈസ് ഓൾസോ ഇവിടെ എത്ര ആയിരിക്കും കിട്ടുക? 20 ഡിഗ്രി എന്ന് കിട്ടുക. കാരണം ഇവിടെ ഒ എയും ഒ ബിയും റേഡിയസ് ആയതുകൊണ്ട് ട്രയാങ്കിൾ എ ഒ ബി ഐസോസെലസ് ട്രയാങ്കിളായി. അപ്പോൾ ഇത് 20 ഡിഗ്രി ആയതുകൊണ്ട് ഈ ആംഗിളും എത്ര ആയിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് മൊത്തം ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ് കണ്ടെത്താം. ഈ ആംഗിൾ ഓൾറെഡി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് 50 ഡിഗ്രി. ഈ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 40 + 20 60 എന്ന് കിട്ടും. അതുപോലെ ഈ ആംഗിൾ സി, ഈ ആംഗിൾ 40 + 30 = 70 ഡിഗ്രി എന്ന് കിട്ടും. അതുകൂടാതെ ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് 30 ഡിഗ്രിയാണ്, ഇതും 30 ഡിഗ്രി. അപ്പോൾ 30 + 30 60 ആയി. അപ്പോൾ ഈ ആംഗിളാണ് കാണേണ്ടത്, 30 + 30 60. അപ്പോൾ ഈ ആംഗിൾ കാണണമെങ്കിൽ 180 - 60 നമുക്കിവിടെ 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ റേഡിയസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി ആയതുകൊണ്ട് ഇവിടെയും എത്ര ഉണ്ടാവുക? 30 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ആംഗിൾ 180 - 30 + 30 120 എന്ന് കിട്ടും. അപ്പോൾ ട്രയാങ്കിൾ ഒ ബി സിയിലെ എല്ലാ ആംഗിൾസും ഫോം ചെയ്തു. ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസാണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആയതുകൊണ്ട് ദിസ് ആംഗിൾ ഓൾസോ ഈക്വൽ ടു 40 ഡിഗ്രി. ഇത് 40 ആയതുകൊണ്ട് ഇനി ഈ ആംഗിൾ കാണാൻ നമ്മൾ 180 - 40 + 40. അപ്പോൾ നമുക്കിവിടെ 100 എന്ന് കിട്ടും. ഇത് 100 ആയതുകൊണ്ട് ഈ അതിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഇവിടെ 100. അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ഈ ആംഗിൾ നമുക്ക് ഒന്നാകെ 50 എന്ന് കിട്ടും. ആംഗിൾ ബി ഈക്വൽ ടു നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ ഇത് 30 ആയതുകൊണ്ട് ഈ സ്മോൾ ആംഗിൾ എത്ര ഉണ്ടാവുക? ഈ സ്മോൾ ആംഗിൾ 20 ഡിഗ്രി. അത് 20 ഡിഗ്രി ആയതുകൊണ്ട് ഈ സ്മോൾ ആംഗിൾ 20 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആംഗിൾ ബി 50 ഡിഗ്രി എന്ന് കിട്ടി.
ആംഗിൾ എ 40 + 20 60 എന്ന് കിട്ടി. ആംഗിൾ സി 40 + 30 70 ഡിഗ്രി എന്നും കൂടി കിട്ടി.